ഇന്ത്യക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് ചൈന രംഗത്ത് വന്നില്ല എങ്കിൽ ഇന്ത്യക്ക് യാതൊരു രീതിയിലും പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ല. അതാണ് സാഹചര്യം. സാർ ഒന്ന് ദയവായി തുടരുക. ഇപ്പോൾ KP ഫാബിയൻ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാഗങ്ങളിൽ. But the other part is that they don't want a big conflagration in the region. Now, we do not know to what extent that part was highlighted, So it's a two-part message, you see. In fact, I would venture to say that none of the big powers want a war, except China, which may have a slightly different take on this. Because if there were a war, well, its clout, in a manner of speaking, might increase. Because even if China joins Washington and Moscow in calling for a ceasefire again, and it happens, China's clout increases. So China's is slightly different. But we should also recognize that China has very important stake with India. It wants to improve relations, well, in the larger context of President Trump and other matters. So it's quite complex. KP ഫാബിയനാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. മനു ഭരത്തുണ്ട്. മനു, പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? അതിർത്തിയിൽ മറ്റെന്തെങ്കിലും സങ്കീർണ സാഹചര്യങ്ങളുണ്ടോ? ഈ ജയ്സാൽമീർ പോലെയുള്ള സ്ഥലങ്ങളിൽ വ്യോമസേനാ വിമാനങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്നു. അങ്ങനെയെങ്കിലും പുതിയ എന്തെങ്കിലും സൈനിക നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വളരെ ശക്തമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏത് ഘട്ടത്തിലും തിരിച്ചടി ഉണ്ടായാൽ അതിന് വേണ്ട പ്രതിരോധം ഏർപ്പെടുത്തണം എന്ന ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും 9 കേന്ദ്രങ്ങളിൽ കൃത്യമായ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ തുടർ നീക്കങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി രാജ്യം നിരീക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടിയതിനു ശേഷമായിരിക്കും മറ്റ് തുടർ ആലോചനകൾ ഉണ്ടാകുക എന്നും വ്യക്തമാണ്. ഏതായാലും പാകിസ്ഥാനിലെ മദ്രസകളിൽ നിന്ന് ഇപ്പോൾ ആളുകളെ ഒഴിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനിലെ 2 സുപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നിരിക്കുന്നു. ഒന്ന് ഈ ലഷ്കർ ഇ തൈബയുടെ മുർദിക് എന്ന ലാഹോറിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന തീവ്രവാദി കേന്ദ്രത്തിൽ ആണ് ആക്രമണം നടന്നിരിക്കുന്നത്. അവിടെ ഈ ഹാഫിസ് സയ്യിദിൻ്റെ കേന്ദ്രമാണ് അവിടെ തകർത്തിരിക്കുന്നത്. ബഹവൽപൂരിൽ നടക്കുന്നത് മസൂദ് അസറിൻ്റെ കേന്ദ്രമാണ് തകർത്തിരിക്കുന്നത്. ഈ മസൂദ് അസർ നമുക്കറിയാം, രാജ്യം വളരെയധികം നിരീക്ഷിക്കുന്ന ഒരു തീവ്രവാദി ആണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ തീവ്രവാദി എന്ന തരത്തിൽ, ആഗോള ഭീകരൻ എന്ന തരത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. ഒരു തവണ ഇന്ത്യ പിടികൂടുകയും പിന്നീട് നമ്മുടെ ഈ കണ്ടഹാറിൽ വിമാന റാഞ്ചലിന് ശേഷം ഇവിടുന്ന് വിട്ടയക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആഗോള ഭീകരനാണ് മസൂദ് അസർ. നിരന്തരമായി ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും രാജ്യത്ത് നിരന്തരമായ ആക്രമണം ഇന്ത്യയിൽ നടത്തുന്നതിന് ആസൂത്രണം നൽകുന്നതിനൊക്കെ ശ്രമിച്ചിട്ടുള്ള മസൂദ് അസറിൻ്റെ ഭീകര കേന്ദ്രം, അവിടെ ഈ ടെറർ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഈ ഭീകര കേന്ദ്രമാണ് തകർത്തിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ മരണസംഖ്യ കൂടുതൽ ഉയർന്നേക്കുമെന്ന സൂചനകളുണ്ട്. നിലവിൽ 17 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട്. 60-ലധികം ആളുകൾ പരിക്കേറ്റിട്ടുമുണ്ട്. കോട്ലിയിലും ബഹവൽപൂരിലും മുർദിക്കിലും ബാഗിലും മുസഫർബാദിലും ആക്രമണം നടന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ ജാഗ്രതാ നിർദ്ദേശം പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പഞ്ചാബ് പ്രവിശ്യയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആളുകളോട് ജാഗ്രത പുലർത്താൻ ഉള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ മദ്രസകളിലുമൊക്കെ തമ്പടിക്കുന്ന ആളുകളെ അവിടെ നിന്ന് കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും അതിർത്തി കടന്നുള്ള ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ പ്രതിരോധം ഇന്ത്യ നടത്തുന്നു. ഈ ലൈൻ ഓഫ് കൺട്രോളിൽ
അവിടെ കരാർ ലംഘനം, അതായത് വെടിനിർത്തൽ കരാറിൻ്റെ നഗ്നമായ ലംഘനം നടന്നിരുന്നു. ആർട്ടിലറി ഫയറിംഗ്, പീരങ്കി ഉപയോഗിച്ചുള്ള വെടിയുതിർക്കൽ മറുവശത്ത് നിന്ന് ഉണ്ടായി എന്ന് സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. അതിന് ശക്തമായ തിരിച്ചടി നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നമ്മുടെ ശ്രീനഗറിലെ വിമാനത്താവളം തൽക്കാലത്തേക്ക് അവിടെ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിയിരിക്കുന്നു. ജമ്മു, അമൃത്സർ, ലേ, ചണ്ഡീഗഡ്, ധർമ്മശാല തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വിമാനങ്ങൾ അവരുടെ സർവീസുകൾ ബാധിക്കപ്പെട്ടേക്കാം എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇന്ത്യൻ ആർമിയും നേവിയും എയർഫോഴ്സും സംയുക്തമായി പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷനാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ. അത് ഇന്ത്യയുടെ അഭിമാനവും ദേശീയ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഉള്ള അതൊരു നാമകരണം ചെയ്ത ഒരു ആക്രമണമാണ്. അത് പഹൽഗാമിൽ മരിച്ചു വീണ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ നീക്കമാണ്. അത് ഈ വിഷയത്തെ സംബന്ധിച്ച് അജിത് ദോവൽ അമേരിക്കയിലെ അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോവുമായി ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. ലോക രാജ്യങ്ങളിലെ വിവിധ സുപ്രധാന പദവികളിൽ ഇരിക്കുന്ന ആളുകളെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ധരിപ്പിക്കുന്നു. അവിടെ ആക്രമണം നടത്തിയതിൻ്റെ പശ്ചാത്തലം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആക്രമണം നടത്തേണ്ടി വന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് തന്നെ ഈ ആക്രമണം നടന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നൽകുന്നു. ഷഹബാസ് ഷെറീഫ് ഇതിന് മറുപടി ചോദിക്കുമെന്നൊക്കെ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അങ്ങനെ വന്നാൽ ശക്തമായ തിരിച്ചടി വീണ്ടും ഉണ്ടാകും എന്ന ഒരു സന്ദേശം തന്നെയാണ് ഇത് നൽകുന്നത്, ഇന്ത്യൻ സേന നൽകുന്നത്. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ തീവ്രവാദ കേന്ദ്രം ലക്ഷ്യമിട്ട് വളരെ കൃത്യമായി നടത്തിയ ഒരു ആക്രമണം. മരണസംഖ്യ, അവിടുത്തെ തീവ്രവാദികളുടെ മരണസംഖ്യ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. ഐക്യരാഷ്ട്രസഭ വളരെ ഗൗരവത്തോടെ വിഷയം പരിശോധിക്കുന്നു. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് താൻ ഇത് അതീവ ഗൗരവത്തോടെ നോക്കിക്കാണുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. താൻ ഈ സംഭവം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ വേദിതലത്തിൽ പര്യവസാനിക്കുമെന്നതിനെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ വളരെയധികം ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ട് രാജ്യങ്ങളും പരമാവധി സൈനിക സംയമനം പാലിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഉള്ള ശ്രമം നടത്തണം എന്ന് UN സെക്രട്ടറി ജനറലിൻ്റെ വക്താവ് സ്റ്റീഫൻ ദുജറിക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി വാഷിംഗ്ടണിലെ വിഷയം വളരെ ഗൗരവത്തോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരെയും മറ്റും അറിയിക്കുന്നുണ്ട്. ശക്തമായ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനിക അതുപോലെ കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏത് സമയത്തും പ്രതിരോധത്തിന് രംഗത്തിറങ്ങാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം. മേജർ ഓപ്പറേഷനുകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ സൈനിക കേന്ദ്രങ്ങളിലെല്ലാം ജാഗ്രത തുടരുന്നു.